നിതിനിലേക്ക്. നിതിൻ, ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പാലക്കാട് എ വിജയരാഘവൻ എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർ ആകുമ്പോൾ തന്നെ ഇടതുമുന്നണി പ്രവർത്തകർക്കിടയിലുള്ളത് ആത്മവിശ്വാസമാണോ, അതോ കഴിഞ്ഞ തവണ വി കെ ശ്രീകണ്ഠൻ നേടിയ മണ്ഡലം നിലനിർത്താൻ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ ഇറക്കുമ്പോൾ നെഞ്ചിടിപ്പാണോ കൂടുതലുള്ളത്? കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായി നിൽക്കുന്ന 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലായി ഏതാണ്ട് 1,10,10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും ദേശീയമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യം എങ്ങനെയാകണം, ഇന്ന് കാണുന്നത് പോലെയെങ്കിലും ഇന്ത്യ നിലനിൽക്കണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് മതനിരപേക്ഷവാദികളായ ജനാധിപത്യവാദികളായ മുഴുവൻ ജനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ വിധിയെടുത്ത് ജനം നടത്തുമ്പോൾ ഇന്ന് മതനിരപേക്ഷത സംരക്ഷിക്കുവാൻ, രാജ്യത്തിൻ്റെ ജനാധിപത്യം നിലനിർത്തുവാൻ പോരാട്ടങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുക്കുന്ന പക്ഷം ഇടതുപക്ഷമാണ് എന്നതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി സർക്കാരിനെ RSSനാൽ നയിക്കപ്പെടുന്ന BJPയുടെ സർക്കാരിനെ താഴെ ഇറക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനം വോട്ട് ചെയ്യും. അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് ഇതിനേക്കാൾ കാലം കോൺഗ്രസ് കയ്യിൽ വെച്ചിരുന്ന പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തെ അട്ടിമറിയിലൂടെ വിജയം കരസ്ഥമാക്കിയ നേതാവ് കൂടിയാണ് എ വിജയരാഘവൻ. ഇന്ന് അദ്ദേഹം CPMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ്. ദേശീയ തലത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ നേതാവാണ്. രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന്റെ മികവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയമായ തെളിമയുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ അടിത്തറ. പ്രധാനപ്പെട്ട ആത്മവിശ്വാസങ്ങൾ: ഒന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നേടിയ 1,00,000-ന് മുകളിലുള്ള പാലക്കാട് ലോക്സഭയിലെ ഭൂരിപക്ഷം. രണ്ടാമത്തെ ആത്മവിശ്വാസം പോളിറ്റ് ബ്യൂറോ മെമ്പറായ വിജയരാഘവനിലുള്ളത്. മൂന്നാമത്തത് മതേതര ചേരിയായി നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം. ഇത് ഈ 3 ആത്മവിശ്വാസവും ഇല്ലാതെയാണോ AK ബാലൻ ഈ തെരഞ്ഞെടുപ്പ് ചിഹ്നം നിലനിർത്താൻ വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞത്? തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് രാഷ്ട്രീയമായി ഇന്ത്യയിലെ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയും സംരക്ഷിക്കാനാണ്. അദ്ദേഹം ഒരു പ്രസംഗമധ്യേ പറഞ്ഞ കാര്യത്തെ നിങ്ങൾ അങ്ങനെ പൊലിപ്പിച്ച് കാണിച്ചല്ല ഈ തെരഞ്ഞെടുപ്പിന് നാം ലക്ഷ്യം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തുന്നത്. ചിഹ്നം നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയിലല്ല മത്സരിക്കുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു വിശാല താല്പര്യത്തിലാണ്. നോക്കൂ, പ്രഭാത് പട്നായിക്കിനെ പോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തകൻ പറയുകയുണ്ടായി, ഇടതുപക്ഷത്തിന്റെ ഭാവി ഇന്ത്യയിൽ എന്ത് എന്നുള്ളതിനെ കുറിച്ചല്ല, ഇടതുപക്ഷം ഇല്ലാത്ത ഇന്ത്യയുടെ ഭാവി എന്ത് എന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ആശങ്കപ്പെടുന്നത് എന്ന്. ഇന്ത്യയിലെ ജനം അതാണ് ആശങ്കപ്പെടുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷം ഈ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾ